മാനുഷികമായ നിലവാരത്തിൽ ഒരുപക്ഷെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ വൈകിപ്പോകുന്നു. ദൈവം തന്നിട്ടുള്ള നന്മകൾ ജീവിതത്തിൽ കരഗതമാകുവാൻ സമയം താമസിക്കുന്നു എന്നൊക്കെ തോന്നിപ്പോകും. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ചിന്ത എന്നുള്ള ഈ പ്രതിദിന പരിപാടിയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ഇന്ന് ഈ പ്രഭാതങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാൻ ഒരവസരം കൂടെ ദൈവം ദാനമായി തന്നതുകൊണ്ട് ദൈവത്തിന് എല്ലാ മഹത്വവും, എല്ലാ മാനവും, എല്ലാ പുകഴ്ചയും അർപ്പിക്കുന്നു. ഇന്നീ പ്രഭാതത്തിലെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായമാണ്. അതിലെല്ലാ വാക്യങ്ങളും വളരെ ചിന്തനീയമാണ്. എങ്കിലും നമുക്കേവർക്കും വളരെ സുപരിചിതവും അപ്പോൾ തന്നെ നമ്മുടെ വിശ്വാസത്തിൽ ദൈവത്തോട് ഒന്നുകൂടി നമ്മെ കൂട്ടിയുറപ്പിക്കുന്നതുമായ ഒരു വചനം വായിച്ച് 1-2 ചിന്തകൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം, ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. ദൈവം മനുഷ്യർക്ക് എല്ലാവർക്കും വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്, ദർശനങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ചുള്ള വ്യക്തമായ ദർശനം നമ്മുടെ എല്ലാവരുടെ മേലും ദൈവം നൽകിയിട്ടുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമുക്ക് ഈ വചനത്തിലൂടെ ഗ്രഹിക്കുവാൻ കഴിയും. ദൈവം കാണിക്കുന്ന ദർശനങ്ങൾ അല്ലെങ്കിൽ ദൈവം നൽകിയിരിക്കുന്ന ദർശനങ്ങൾ, പദ്ധതികൾ, അതിന് ദൈവം എല്ലാത്തിനും ഒരു അവധി വെച്ചിട്ടുണ്ട്, ഒരു സമയം വെച്ചിട്ടുണ്ട്. വചനം നമ്മോട് ഇപ്രകാരം പറയുന്നു, കാലങ്ങളും സമയങ്ങളും ദൈവത്തിനുണ്ട്. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് മാത്രമേ ദൈവം നൽകിയിട്ടുള്ള ദർശനങ്ങൾ, ദൈവം തന്നിട്ടുള്ള അരുളപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുകയുള്ളൂ. എന്നിട്ട് പറയുകയാണ്, ആ ദൈവം തന്ന ദർശനങ്ങൾ അതിൻ്റെ സമാപ്തിയിലേക്ക് അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്ന ആ ഒരു തലത്തിലേക്ക് എത്തുവാൻ വളരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, സമയം തെറ്റുകയുമില്ല. ദൈവം എല്ലാത്തിനും ഒരു സമയം വെച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ സമയത്തെ തെറ്റിക്കുവാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയുകയില്ല. ദൈവം എന്നെയും നിന്നെയും ഉയർത്തുവാനും മാനിക്കുവാനും അനുഗ്രഹിക്കുവാനും, അത് ആത്മീകമാകട്ടെ ഭൗതികമാകട്ടെ ജീവിതത്തിൻ്റെ മറ്റു മേഖലകളിലാകട്ടെ, ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയത്തെ മാറ്റിമറിക്കാൻ ആർക്കും സാധ്യമല്ല. ദൈവം കൽപ്പിച്ച സമയത്ത് ആ ദർശനത്തിൻ്റെ പൂർത്തീകരണം ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാനിടയായിത്തീരും. ഒന്നുകൂടെ ദൈവത്തിൻ്റെ പദ്ധതികളെ, ദർശനങ്ങളെ ഊട്ടിയുറപ്പിക്കുവാൻ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ആത്മ ഓർപ്പിക്കുകയാണ്, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. മാനുഷികമായ നിലവാരത്തിൽ ഒരുപക്ഷെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ വൈകിപ്പോകുന്നു. ദൈവം തന്നിട്ടുള്ള നന്മകൾ ജീവിതത്തിൽ കരഗതമാകുവാൻ സമയം താമസിക്കുന്നു എന്നൊക്കെ തോന്നിപ്പോകാം. എന്നാൽ ദൈവം നമ്മോട് ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുകയാണ്, ഒരുപക്ഷെ വൈകിയെന്ന് തോന്നിയാലും അതിനായി തന്നെ കാത്തിരിക്കുകയും നിശ്ചയമായിട്ടും അത് വരിക തന്നെ ചെയ്യും എന്ന് പറയുന്നു. താമസിക്കുകയുമില്ല. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മുടെ മേലുള്ള വാഗ്ദത്തങ്ങളും നമുക്ക് തന്നിരിക്കുന്ന ദർശനങ്ങളും താമസിക്കുവാൻ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. താമസിക്കാതെ തക്ക സമയത്ത് ജീവിതത്തിൽ അവ നിവൃത്തിയാകുവാനിടയായിത്തീരും. യാക്കോബിൻ്റെ ജീവിതത്തിൽ ദൈവം തൻ്റെ ദർശനങ്ങളെ നിവർത്തീകരിച്ചതുപോലെ, യോസേഫിൻ്റെ ജീവിതത്തിൽ തനിക്ക് നൽകിയ ദർശനം പോലെ തൻ്റെ ജീവിതത്തെ ദൈവം ക്രമീകരിച്ചതുപോലെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ദർശനങ്ങൾ അത് പ്രാവർത്തികമാക്കാൻ അല്ലെങ്കിൽ അതൊരു സബലീകരണത്തിൽ എത്തിച്ചേരാൻ ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയത്തിനെ കാത്തിരിക്കുക. കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല. അതുകൊണ്ടാണല്ലോ ദാവീദ് പറയുന്നത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദൈവത്തിനായി നോക്കി കാത്തിരുന്ന് ജീവിക്കുന്ന ഒരു ഭക്തനും ജീവിതത്തിൽ ലജ്ജിക്കുവാൻ അവൻ അനുവദിക്കുന്ന കർത്താവല്ല. അവൻ്റെ മുഖം ശോഭിതമായി തീരും. നിങ്ങളുടെ ജീവിതം ശോഭിതമായി തീരട്ടെ.
അനുഗ്രഹമായി തീരട്ടെ. ദൈവം തന്നിരിക്കുന്ന ദർശനങ്ങളും കാഴ്ചപ്പാടുകളും വാഗ്ദത്തങ്ങളും ജീവിതത്തിൽ പ്രാപിച്ച് വിജയകരമായ നല്ലൊരു ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ, സർവ്വ അനുഗ്രഹങ്ങളോടും നന്മകളോടും ഈ ലോക ജീവിതത്തിലായിരിക്കാൻ ദൈവം നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കുന്നു.